റിപ്പോർട്ടറിനെതിരായ യൂത്ത് കോൺഗ്രസ് ആക്രമണത്തിൽ കേസ് 6 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഓഫീസിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തി എന്നതാണ് കേസ്. ജേസൺ ചാമോളപ്പിൽ ചേരുന്നു. ജേസൺ, ഇപ്പോൾ ഒടുവിൽ യൂത്ത് കോൺഗ്രസിന്റെ അതിക്രമത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തൃശൂർ ഈസ്റ്റ് പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ, തൃശൂർ അസംബ്ലി പ്രസിഡന്റ് കെ സുമേഷ്, വിൽവട്ടം മണ്ഡലം പ്രസിഡന്റ് സൗരാഗ്, നിഖിൽ ദേവ്, അമൽ ജെയിംസ് എന്നീ 6 ഇതിനു പുറമെ മറ്റൊരു ആൾക്ക് കൂടി എതിരെ കേസെടുത്തു. മൊത്തം 6 പേർക്കെതിരെയാണ് കേസ്. 6 പേരും ഇന്ന് രാവിലെ 9:10 റിപ്പോർട്ടർ ടിവിയുടെ തൃശ്ശൂരുള്ള ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി കരിയോയിൽ ഒഴിച്ച് നാശനഷ്ടങ്ങൾ വരുത്തി. ഇത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും അവസാനം ഇവർക്കെതിരെ കേസായിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ റിപ്പോർട്ടർ ടിവിക്കെതിരെ വ്യാജ സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച് പ്രചരണം നടത്തിയതിനും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റിൻ പുതുശ്ശേരി എന്ന ആൾക്കെതിരെയാണ് എറണാകുളത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. UDFന്റെ ഫാമിലി ഗ്രൂപ്പ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലുമാണ് വ്യാജ പ്രചരണം നടത്തിയത്. വ്യാജരേഖകൾ നിർമ്മിച്ചതടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് FIR. റിപ്പോർട്ടർ ടിവി കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിനെതിരെയാണ് ജസ്റ്റിൻ വ്യാജ പ്രചരണം നടത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഇന്ന് രാവിലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായി റിപ്പോർട്ടർ ടിവിക്കെതിരെ നടത്തിയിരിക്കുന്ന അതിക്രമങ്ങളും വ്യാജ പ്രചരണങ്ങൾക്കുമെതിരെ പോലീസ് കർശന നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ശ്രുതി.